സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഒരു വാഴനാര് പോലും ആയുധമായി എടുക്കാതെ വലിഞ്ഞുകെട്ടി, ഒരു ഏറുപടക്കം പോലും കയ്യിലെടുക്കാതെ ഇറങ്ങിയോടിച്ച്, ഒരു പിച്ചാക്കത്തി പോലും കയ്യിലെടുക്കാതെ പിച്ചിച്ചീന്തി, തോക്കെടുക്കാതെ തുരത്തിയോടിച്ച്, വാളെടുക്കാതെ വിരട്ടിയോടിച്ച ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചത്തിലേക്ക് കൈപിടിച്ചാനയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന 141ന്റെ നിറവിൽ 140ാം പിറന്നാൾ കോൺഗ്രസ് ആഘോഷിക്കുമ്പോൾ ഈ രാജ്യം അത് കോൺഗ്രസിനോട് കടപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസ് അതിന്റെ ഗർഭപാത്രത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച കുട്ടിയായ ഇന്ത്യ ഇന്ന് സംഘപരിവാറിന്റെ കൈകളിൽ അസ്ഥിരപ്പെടുന്നത് നോക്കി നിൽക്കുകയാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകരും. 1885 ഡിസംബർ മാസം 28-ാം തീയതി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിന്റെ വിശാലമായ രണ്ടാമത്തെ നിലയിൽ കേവലം 72 ആളുകളെയും ഉൾക്കൊള്ളിച്ച WC ബാനർജി പ്രസിഡന്റായി, അലൻ ഒക്ടോവിയൽ ഹ്യൂം എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ജനറൽ സെക്രട്ടറിയായി, സുബ്രഹ്മണ്യ അയ്യർ എന്ന തമിഴ്നാട് സ്വദേശി ട്രഷററായി കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ലക്ഷ്യം അധികാരമായിരുന്നില്ല, മറിച്ച് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇന്ത്യയുടെ 6 അടി മണ്ണിൽ നിന്നും ആട്ടിയകറ്റുക എന്നതായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ആട്ടിയകറ്റി ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചത്തിലേക്ക് കൈപിടിച്ചാനയിച്ച കോൺഗ്രസ് ഇന്ന് രാജ്യത്ത് മറ്റൊരു സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിന് നേതൃത്വം നൽകുകയാണ്. രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേര് പറഞ്ഞ് വിഭജിക്കുന്ന സംഘപരിവാറിനെതിരായ പോരാട്ടം കോൺഗ്രസ് നടത്തുമ്പോഴാണ് വീണ്ടും കോൺഗ്രസിന്റെ ഒരു ജന്മദിനം കടന്നു വരുന്നത്. ഈ ജന്മദിനം കോൺഗ്രസിന്റെ കടന്നു വരുമ്പോൾ രാജ്യത്തെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചർക്കാങ്കിത ത്രിവർണ്ണ പതാക വാനിലുയർത്തി ആ ജന്മദിനം ആഘോഷിക്കുമ്പോൾ കോൺഗ്രസിന്റെ മുന്നിലുള്ള ലക്ഷ്യം വലുതാണ്. എന്താണ് കോൺഗ്രസ് ഈ ജന്മദിനത്തിൽ ലക്ഷ്യമിടുന്നത്? എന്തൊക്കെയാണ് കോൺഗ്രസിന്റെ ഭാവി പദ്ധതികൾ? എന്തൊക്കെയാണ് കോൺഗ്രസിന്റെ ഭാവി പരിപാടികൾ? വിശദമായി ചർച്ച ചെയ്യാം. സൗവർണിക PS നമ്മോടൊപ്പമുണ്ട്. കോൺഗ്രസ് എവിടെയും വിഭജനത്തിന്റെ രാഷ്ട്രീയം 141ാം വർഷത്തിൽ നിൽക്കുമ്പോൾ പോലും എവിടെയും വിഭജനത്തിന്റെ രാഷ്ട്രീയം കോൺഗ്രസ് പങ്കുവച്ചിട്ടില്ല. അന്നും ഇന്നും അത് തന്നെയല്ലേ കോൺഗ്രസിനെ വേറിട്ട് നിർത്തുന്നത്? തീർച്ചയായും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ സംരക്ഷിച്ച് നിർത്താൻ കഴിയുന്ന രാജ്യത്തെ ഏക പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. രാജ്യത്ത് നടമാടിക്കൊണ്ടിരുന്ന വർഗീയതയ്ക്കെതിരെ, ജാതീയതയ്ക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അതോടൊപ്പം തന്നെ കാളവണ്ടി യുഗത്തിൽ നിന്നും കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചാനയിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യക്ക് സ്വന്തമായി ഒരു മുട്ടുസൂചി പോലും ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചാനയിക്കാൻ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് കൊണ്ടുവന്ന പദ്ധതികളുണ്ട്. അതായത് ആണവ കരാർ നടപ്പിലാക്കിയത് കോൺഗ്രസ്, ആസിയാൻ കരാർ നടപ്പിലാക്കിയത് കോൺഗ്രസ്, ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയത് കോൺഗ്രസ്, വിവരാവകാശ നിയമം നടപ്പിലാക്കിയത് കോൺഗ്രസ്, ബക്രാനങ്കൽ ഹിറാക്കുഡ് അണക്കെട്ടുകൾ നടപ്പിലാക്കി, രാജ്യത്തെ കൃഷിക്ക് അനുയോജ്യമായ കനാലുകൾ നടപ്പിലാക്കിയ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്, ബാങ്ക് ദേശസാൽക്കരിച്ചത് കോൺഗ്രസ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടർ കൊണ്ടുവരാൻ അതിൻ്റെ പദ്ധതികൾ മുഴുവൻ പൂർത്തീകരിച്ചത് കോൺഗ്രസ്, ഇന്ത്യയിൽ ആണവ പരീക്ഷണം നടത്തിയത് കോൺഗ്രസ്, പൊക്രാനിലെ ആണവ പരീക്ഷണം കോൺഗ്രസ്, ചന്ദ്രനിലേക്ക് ആളെ പറഞ്ഞയച്ചത് കോൺഗ്രസ്. ഇത്തരത്തിൽ ഒരുപാട് രാജ്യത്തിൻ്റെ നേട്ടങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചത് കോൺഗ്രസ്. രാജ്യത്തെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കിയത് കോൺഗ്രസ്, രാജ്യത്തെ തീവണ്ടി പാതകൾ ഗതാഗത യോഗ്യമാക്കിയത് കോൺഗ്രസ്, രാജ്യത്ത് ആധുനിക സൗകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജുകൾ കൊണ്ടുവന്നത് കോൺഗ്രസ്, രാജ്യത്ത് IIT-കളും NIT-കളും സ്ഥാപിച്ചത് കോൺഗ്രസ്. ഇത്തരത്തിൽ നിരവധിയായ ഇന്ത്യ രാജ്യം ഇന്ന് കാണുന്ന ഇന്ത്യയായി മാറിയത് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിരവധിയായ പ്രധാനമന്ത്രിമാർ, ജവഹർലാൽ നെഹ്റു തൊട്ട് ഏറ്റവും അവസാനം മൻമോഹൻ സിംഗ് വരെയുള്ള കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാർ നടത്തിയ ദീർഘവീക്ഷണമായ പദ്ധതികളുടെ പരിണിത ഫലമാണ് ഇന്ന് രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യം സ്വന്തമായി മൊട്ടുസൂചി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഇന്ത്യ രാജ്യത്ത് ഹരിത വിപ്ലവവും ധവള വിപ്ലവവും അടക്കം നടപ്പിലാക്കി സാധാരണക്കാരായ ആളുകളെ രാജ്യത്തിൻ്റെ മുൻനിരയിലേക്ക് കൈപിടിച്ചാനയിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ആണ് ഇന്ന് 140ാം പിറന്നാളിൻ്റെ നിറവിൽ രാജ്യത്തെമ്പാടും പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, രാജ്യത്ത് കോൺഗ്രസിന് അധികാരമില്ല, മുഖ്യ സംസ്ഥാനങ്ങളും രാജ്യത്തിന് കോൺഗ്രസ് അധികാരത്തിലില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ രാജ്യത്ത് ഇന്ന് എല്ലാ ബൂത്തുകളിലും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, ലഡാക്ക് മുതൽ ലക്ഷദ്വീപ് വരെ, നാഗപ്പൂർ മുതൽ നാഗാലാൻഡ് വരെയുള്ള മുഴുവൻ ബൂത്തുകളിലും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് കോൺഗ്രസ്. കോൺഗ്രസിനൊരു പ്രത്യേകതയുണ്ട്. കോൺഗ്രസിൽ നെഞ്ചത്ത് കുരിശു വരയ്ക്കുന്നവനും, നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ളവനും, നെറ്റിയിൽ ചന്ദനപ്പൊട്ടണിയുന്നവനും, ഒരമ്മ മറ്റേ മക്കളെ പോലെ
പ്രവർത്തിക്കാൻ കഴിയുന്ന രാജ്യത്തെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് മാത്രമാണ്. അജ്മീറിലെ കാജ മൊഹിദ്ദീന്റെ ദർഗയ്ക്ക് മുന്നിലും ശ്രീ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിക്ക് മുന്നിലും വേളാങ്കണ്ണി മാതാവിന്റെ തിരുസ്വരൂപത്തിന് മുന്നിലും തൊഴുകയുമായി പ്രാർത്ഥനയോടെ നിന്ന ഇന്ദിരാ പ്രിയദർശിനിയും രാജീവ് ഗാന്ധിയും അടക്കം നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു നിരീശ്വരവാദിയായിരുന്നു. എന്നാൽ അതേ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് 100% ഈശ്വരവിശ്വാസിയായ ഒരു മുസൽമാനായിരുന്നു. അതാണ് കോൺഗ്രസ്. അതായത് നിരീശ്വരവാദിയെയും ദൈവവിശ്വാസിയെയും എല്ലാവരെയും ഒരു ചരലിൽ കോർത്ത പുഷ്പം പോലെ ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രാജ്യത്ത് ഒരു ചെറിയ തളർച്ച സംഭവിച്ചപ്പോൾ അവിടെ ഉയർന്നു വന്ന രാഷ്ട്രീയത്തിൻ്റെ പേര് വിഭജനത്തിൻ്റെ വർഗീയതയുടെ വിഷവത്വമാകുന്ന സംഘപരിവാറാണ്. ആ സംഘപരിവാറിനെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരും കോൺഗ്രസ് മാത്രമാണ്. കാരണം കോൺഗ്രസ്സിന് മാത്രമേ സംഘപരിവാറിനെതിരിടാൻ കഴിയൂ. കാരണം പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ പ്രാദേശിക വികാരമാണെങ്കിൽ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള DMK-ക്ക് തമിഴ്നാടിൻ്റെ വികാരമാണ് ഉയർത്തി കാണിക്കുന്നതെങ്കിൽ, തൊട്ടപ്പുറത്തെ ആന്ധ്രയിലെ തെലുങ്കുദേശം പാർട്ടി തെലങ്കന്മാരുടെ വികാരം ഉയർത്തി കാണിക്കുന്നെങ്കിൽ, അപ്പുറത്തെ ജാർഖണ്ഡ് മുക്തി മോർച്ച ജാർഖണ്ഡിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഒഡീഷയിലെ ബിജു ജനതാദൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം. കോൺഗ്രസിന് അല്പം ക്ഷീണം സംഭവിച്ചാൽ രാജ്യത്തിന് ക്ഷീണം സംഭവിക്കും. കാരണം കോൺഗ്രസ് അതിൻ്റെ ഗർഭപാത്രത്തിൽ ചുമന്ന് 10 മാസം ചുമന്ന് നൊന്തു പ്രസവിച്ച കുട്ടിയാണ് ഇന്ത്യ. ഇന്ന് കാണുന്ന ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റിയത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് രാജ്യത്തെ ജനങ്ങൾ നേതൃത്വം നൽകുന്നത്. ഒരുപാട് രാജ്യത്ത് നടമാടിക്കൊണ്ടിരുന്ന അയിത്തത്തിനെതിരെ ഒരുപാട് പോരാട്ടം നടത്തിയ കോൺഗ്രസ്, ഒരു കാലത്ത് ദളിതർക്ക് വഴിപോകാൻ പോലും സാഹചര്യം ഉണ്ടാകാതിരുന്ന രാജ്യത്ത് ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹത്തിനും അടക്കം നേതൃത്വം നൽകിയ കോൺഗ്രസ്, കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിലെ പ്രസിദ്ധമായ പ്രമേയം നമുക്ക് ഓർമ്മയുണ്ട്. ഇത്തരത്തിൽ കോൺഗ്രസ് സമ്മേളനങ്ങളെ പ്രമേയങ്ങൾക്ക് വേണ്ടി രാജ്യം കാതോർക്കുമായിരുന്നു. സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിന് മുമ്പിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയത് കോൺഗ്രസ്, ഉപ്പുകുറുക്കിയത് കോൺഗ്രസ്, ഇത്തരത്തിൽ നിരവധിയായ രാഷ്ട്രീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ കോൺഗ്രസ്. ആ കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ ആത്മാവ്. ഇന്ത്യയുടെ ആത്മാവായ, ഇന്ത്യയുടെ DNA ആയ കോൺഗ്രസ് നശിച്ചാൽ ഈ രാജ്യം നശിക്കുമെന്ന് ഇന്ന് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയാണ്. അതുകൊണ്ടാണ് രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസിനെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. കാരണം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അവിടെ ജാതി നോക്കിയോ, മതം നോക്കിയോ, വർണ്ണം നോക്കിയോ, വർഗം നോക്കിയോ അല്ല ജനങ്ങളെ കാണുന്നത്. എല്ലാവരെയും ഒരേ മനസ്സോടുകൂടി ഒരമ്മ പറ്റ മക്കളെ പോലെ കാണുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് അതിൻ്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ രാജ്യത്തെ കോൺഗ്രസിന് ഒരു ചെറിയ തളർച്ച വന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാം, കോൺഗ്രസ് ഇന്ത്യയിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരികെ വരും. കാരണം കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ ആത്മാവില്ലാത്ത ഇന്ത്യയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ സംഘപരിവാറുകാർ പറയുന്നുണ്ട് കോൺഗ്രസ് നശിച്ചു, അല്ലെങ്കിൽ ഇനി കോൺഗ്രസ് ഇങ്ങനെ പോയാൽ ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ തിരിച്ചുവരവിനി എങ്ങനെയായിരിക്കും? അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന, അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന, ലോകം ഇന്ത്യ രാജ്യത്തിൻ്റെ ഉരുക്ക് വനിതയെന്ന് വിശേഷിപ്പിച്ച ഇന്ദിരാ പ്രിയദർശിനി റായ്ബറേലിയിലും മകൻ സഞ്ജയ് ഗാന്ധി അമേഠിയിലും പരാജയപ്പെടുന്നു. രാജ്യത്താകമാനമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അവർ മത്സരിച്ച മണ്ഡലങ്ങളിൽ അതിദയനീയമായി പരാജയപ്പെടുന്നു. രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക് സോഷ്യലിസ്റ്റ് പാർട്ടി കടന്നു വരുന്നൊരു ചരിത്രം. ഇന്ദിരാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പരാജയപ്പെട്ടപ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകർ, രാജ്യത്തെ മാധ്യമപ്രവർത്തകർ ഇന്ന് കാണുന്ന പോലെയല്ല പരിണിത പ്രജ്ഞരായ മാധ്യമപ്രവർത്തകർ എന്ന രാജ്യത്തുള്ളത്. ആ മാധ്യമപ്രവർത്തകർ വിധി എഴുതി കോൺഗ്രസിനൊരു തിരിച്ചുവരവില്ല. എന്നാൽ തൊട്ടടുത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഇന്ദിരാഗാന്ധി അടക്കമുള്ള അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മുഴുവൻ ആളുകളും ജയിച്ചു വരികയും കേവല ഭൂരിപക്ഷത്തിനപ്പുറം 3/2 ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ചരിത്രത്തിൻ്റെ ഗതി അതുമാത്രമല്ല, കേവലം കേരളം എന്നൊരു സംസ്ഥാനം എടുത്താൽ കേവലം 9 അംഗങ്ങളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമസഭയിൽ ചുരുങ്ങിപ്പോയ തെരഞ്ഞെടുപ്പിൽ അന്ന് ആ 9 അംഗങ്ങളിലേക്ക് നടന്ന 5 വർഷം പ്രതിപക്ഷത്തിരുന്ന തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ 100 അംഗങ്ങളെയും കൊണ്ട് നിയമസഭയിലേക്ക് തിരികെ മടങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും അടക്കം കോൺഗ്രസ്, കർണാടകയിലടക്കം തെലങ്കാനയിലടക്കം കോൺഗ്രസ് തിരിച്ചു വരില്ലെന്ന് വിധിയെഴുതിയപ്പോൾ ആ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നീട് ചില ഗ്രൂപ്പ് പോരിൻ്റെയും മറ്റും ഭാഗമായി ചില സംസ്ഥാനങ്ങളിൽ അധികാരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് രാജ്യത്തെ പ്രബല സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ് ആയാലും ബീഹാർ ആയാലും രാജസ്ഥാനായാലും ഗുജറാത്ത് ആയാലും അവിടെയെല്ലാം BJPയെ എതിർക്കുന്ന പ്രധാന പ്രതിപക്ഷമായി കോൺഗ്രസ് തന്നെയാണുള്ളത്. കോൺഗ്രസിൻ്റെ ബേസ് വോട്ട്, കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം കോൺഗ്രസിനെ നഷ്ടപ്പെടുത്താൻ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കില്ല. കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കാണുന്ന സംഘപരിവാറും കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കാണുന്ന
കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അത് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളായ DMK ആയാലും ശരി, CPM ആയാലും ശരി, ബിജു ജനതാദൾ ആയാലും ശരി, സമാജ്വാദി പാർട്ടി ആയാലും ശരി, ഇവരെല്ലാം കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്തുമെന്ന് തന്നെയാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവരുടെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനം മനസ്സുകളിലാണ്, ജനമനസ്സുകളിലാണ്. ആ ജനമനസ്സുകളിൽ നിന്ന് കോൺഗ്രസ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഓർത്തെണീക്കും. ഇന്ത്യയുടെ ആത്മാവായ കോൺഗ്രസ് 1000 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാലും 1000 നരേന്ദ്രമോദിമാർ ഒന്നിച്ച് ജനിച്ച് ജീവിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നവചൈതന്യത്തോടുകൂടി രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറങ്ങി നിൽക്കും. രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നു വരുമെന്ന കാര്യത്തിലും തർക്കമില്ല.